വെൽക്കം ബാക്ക് സെഡ് ഗെയിം അറ്റാച്ച്. ഞാനിന്ന് വന്നിരിക്കുന്നത് IQ Z10 ടർബോ വേഴ്സസ് IQ Z10 ടർബോ പ്ലസ് കമ്പാരിസൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ചിപ്സെറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇരു ഫോണുകളുടെ MediaTek Dimensity ചിപ്സെറ്റാണ് വന്നിട്ടുള്ളത്. ഇവ തമ്മിലുള്ള വ്യത്യാസം വരുന്ന ജനറേഷൻ വ്യത്യാസമാണ്. 8400 ചിപ്സെറ്റാണ് നമ്മുടെ Z10 ടർബോയിൽ വന്നിട്ടുള്ളത്. എന്നാൽ Z10 ടർബോ പ്ലസിലേക്ക് പോകുമ്പോൾ 9400 പ്ലസ് എന്ന ചിപ്സെറ്റാണ് ഒരു ജനറേഷൻ മുന്നിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫോണുകളുടെയും ബാറ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ 7620 mAh ബാറ്ററിയാണ് Z10 ടർബോയിൽ വരുന്നത്. Z10 ടർബോ പ്ലസിലേക്ക് വരുമ്പോൾ 8000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇനി നമുക്ക് ഇരു ഫോണുകളുടെയും മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ LPDDR5X റാമാണ് Z10 ടർബോയിൽ വരുന്നതെങ്കിൽ Z10 ടർബോ പ്ലസിലേക്ക് പോകുമ്പോൾ LPDDR5X അൾട്രാ റാം ടൈപ്പാണ് വരുന്നത്. ഇവ തമ്മിൽ ചെറിയ ഡിഫറൻസ് ആണ് വരുന്നത്. ഇനി ഇരു ഫോണുകളുടെയും പീക്ക് ബ്രൈറ്റ്നസ്സിലേക്ക് പോവുകയാണെങ്കിൽ 4400 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് Z10 ടർബോയിലേക്ക് വരുന്നത്. Z10 ടർബോ പ്ലസിലേക്ക് പോകുമ്പോൾ 5500 nits പീക്ക് ബ്രൈറ്റ്നസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ തന്നെ വലിയ വ്യത്യാസം ഇരു ഫോണുകളിലും വരുന്നുണ്ട്. ഇനി ഇരു ഫോണുകളുടെയും ക്യാമറ റെസൊല്യൂഷൻ 50 MB തന്നെയാണ്. ഇനി ഇതിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്നത് 10x ഡിജിറ്റൽ സൂമാണ് നമ്മുടെ Z10 ടർബോയിൽ വരുന്നതെങ്കിൽ Z10 ടർബോ പ്ലസിലേക്ക് പോകുമ്പോൾ വരുന്നത് 20x ഡിജിറ്റൽ സൂമാണ്. ഇതാണ് ഇവ തമ്മിലുള്ള ചെറിയ വ്യത്യാസം എന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡറി ക്യാമറയിലേക്ക് പോവുകയാണെങ്കിൽ 2 MB ഡീപ്പ് ക്യാമറ സെൻസറാണ് നമ്മുടെ Z10 ടർബോയിൽ നൽകിയിട്ടുള്ളതെങ്കിൽ 8 MB സെൻസറാണ് നമ്മളുടെ Z10 ടർബോ പ്ലസിലേക്ക് വരുമ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയാത്തതിന്റെ കാരണം വീഡിയോ ലെങ്ത് കൂടുമെന്നുള്ളത് കൊണ്ടാണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള വലിയൊരു വീഡിയോ ആക്കി ഇത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവരും പറയേണ്ടതാണ്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് Z10 ടർബോയിൽ വരുന്നതെങ്കിൽ Z10 ടർബോ പ്ലസിലേക്ക് വരുമ്പോൾ ലിയോൺ ബാറ്ററിയാണ് വരുന്നത്. 90 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് ഇരു ഫോണുകളിലും വരുന്നത്. അപ്പോൾ ഈ ഫോണുകൾ തമ്മിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമാണ് വരുന്നത്. എങ്കിൽ പോലും ഒന്നുകൂടി ബെറ്റർ എന്ന് പറയുന്നത് Z10 ടർബോ പ്ലസ് ആണ്. എന്നാൽ Z10 ടർബോ മോശമാണ് എന്നല്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമാറ്റീവ് ടെക് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത്. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരുപാട് ഡിഫറെൻറ്റ് വീഡിയോകൾ എൻ്റെ ചാനലിലുണ്ട്. തീർച്ചയായും നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ഇതിലും നല്ല നല്ല അടിപൊളി ടെക് വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞാൻ ശ്രമിക്കും. അത്തരത്തിൽ നിങ്ങളുടെ സപ്പോർട്ടും എൻ്റെ ചാനലിൽ ഉണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ നല്ല മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ സെഡ് ഗെയിം അറ്റാച്ച് സൈനിങ് ഓഫ്.